ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെയാണ്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. തീരെ എണ്ണയൊന്നും ഇതിനകത്ത് ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈനോ സോൾട്ടോ ബേക്കിംഗ് പൗഡറോ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ പഞ്ചസാര തീരെ ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ ഇതൊഴിച്ച് വെക്കാനുള്ള പാത്രത്തിൽ ഞാൻ കുറച്ച് വെണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. വെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. പാത്രമൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ പാത്രം വേണമെങ്കിൽ ചെറുത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി വേണ്ടത് മധുരക്കിഴങ്ങാണ്. ഞാനിവിടെ 2 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് മധുരക്കിഴങ്ങ് മാത്രമേ നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളൂ. മധുരക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ശർക്കര നീരും കൂടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ശർക്കര നീര് ഒരുപാട് ആവശ്യമില്ല, കാരണം മധുരക്കിഴങ്ങിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടായിരിക്കും. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം പനഞ്ചക്കരയിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. പനഞ്ചക്കര എടുക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത്. ഇനി പനഞ്ചക്കര ഇല്ല എങ്കിൽ സാധാരണ ശർക്കര എടുത്താലും മതി. ഇപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറണം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച മധുരക്കിഴങ്ങ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ച് ചൂടാറുമ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. ഞാനിതിവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കപ്പിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവാണ് ഞാൻ ഇതിനകത്ത് നിന്ന് എടുക്കുന്നത്. ഈ കപ്പിന് പകരം ഗ്ലാസ് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇതേപോലത്തെ കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ് എടുത്തത്. ഈ കപ്പിനകത്ത് ഇത് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 2 കപ്പ് എടുക്കാം. അപ്പം ബാക്കി ചേരുവകളെല്ലാം കൂട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിനുള്ളതാണ് കാണിക്കുന്നത്. ഇനി വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. വെള്ളം നമ്മൾക്ക് തനിയെ അടിച്ചെടുക്കാനുള്ളതാണ്. മുട്ടയുടെ മഞ്ഞ നമ്മൾക്ക് മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മധുരക്കിഴങ്ങ് ഉടച്ച് അവിടെ 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടാറിയ ശർക്കര നീര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കര നീര് നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം കൂടെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ അവിടെ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി എഗ് ബീറ്റർ ഇല്ല എങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ അടിച്ചു കൊടുത്താലും മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരണം. പൊങ്ങി വന്നാൽ മാത്രമാണ് ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കുക. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതിൻ്റെ പത കെട്ടുപോകാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എഗ് ബീറ്ററിൻ്റെ സ്പീഡ് നന്നായി കുറച്ചിട്ട് ഇതിൻ്റെ പത കെട്ടുപോകാത്ത രീതിയിൽ അടിച്ചെടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതിനകത്ത് തീരെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ പത കെട്ടുപോയി കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് കുറയും. ഞാൻ ആദ്യമേ തന്നെ എഗ് ബീറ്റർ ഓൺ ചെയ്യാതെയാണ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ചെറിയ സ്പീഡിലൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ ഓൺ ചെയ്യാതെ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കുക. മിക്സിയിൽ അടിച്ചത് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് മാത്രമാണ് ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഭാഗം കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ ഞാൻ രണ്ടാമത്തെ ഭാഗം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പത കെട്ടുപോകാത്ത രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കിയതിന് ശേഷം എഗ് ബീറ്റർ ഞാനൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഏറ്റവും ലോ സ്പീഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. ലോ സ്പീഡിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ പതയെല്ലാം കെട്ടുപോകും. ഈ സമയത്ത് തന്നെ സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിട്ട് അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ വെണ്ണ തേച്ച് കൊടുത്ത പാത്രവും ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കണം. വലിയ പാത്രം വേണമെങ്കിൽ വലിയ പാത്രത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഇതേപോലത്തെ പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പോലെ ആവി വരുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, നല്ല പോലെ തീ കുറച്ച് വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ തീ നല്ലപോലെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പൊങ്ങി വരും. പൊങ്ങിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലെല്ലാം പൊട്ടിപ്പോവും. അതുകൊണ്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തീരെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. എന്നാൽ പോലും ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് നിറച്ചൊഴിക്കണമെന്നില്ല, 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഏതുതരം നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്ത കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് സമയത്തിലും കുറച്ച് വ്യത്യാസം വരും. വലിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം വേണ്ടി വരും. അതായത് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം കൂടുതൽ വേണ്ടി വരും. ഞാനിതിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതായത് ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് വെന്തോ എന്നറിയാനായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇത് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്ത് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് താഴും. അതായത് ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് തീരെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇത് പുറത്തോട്ടൊന്ന് നമ്മൾക്ക് ഇറക്കി വെക്കാം. മാവ് ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ചൂടോടെ ഇത് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അടിഭാഗം ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ്. ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിൽ നല്ല പോലെ ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡൈജഷന് നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും എല്ലാം ഇത് നല്ലതാണ്. അതായത് ഇവിടെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഇത് നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇതിനകത്ത് വെണ്ണ തേച്ച് കൊടുത്തത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത് വിട്ട് കിട്ടുന്നത്. കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണിത്. നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾക്ക് ഈസി ആയിട്ട് കൊടുത്തുവിടാം. രാവിലെ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കൊടുക്കാം. മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ കഴിച്ചു പോവും. ഇതിനകത്ത് നമ്മൾ മധുരക്കിഴങ്ങ് ഇട്ടു എന്നുള്ളത് ആർക്കും അറിയത്തില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്